ഒരു തെറ്റ് കണ്ടാൽ അത് ചൂണ്ടിക്കാണിക്കാതെ അടിമയായിട്ട് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് അത് ചൂണ്ടിക്കാണിച്ച് ശത്രുവായി ജീവിക്കുന്നതാണ്. ഇന്ന് നിങ്ങളെ എന്താണോ ദുഃഖിപ്പിച്ചത് അത് നാളെ നിങ്ങളെ ശക്തനാക്കും. തീക്കനൽ കയ്യിലെടുത്തതുപോലെയാണ് ദേഷ്യപ്പെട്ടിരിക്കുന്നത്. പൊള്ളലേൽക്കുന്നത് അവനവന് തന്നെയായിരിക്കും. സ്വന്തം കാര്യത്തിനു വേണ്ടി മാത്രം അടുപ്പം കാണിക്കുന്നവരെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ അതൊരു പരാജയം തന്നെയാണ്. അഭിനയിക്കാൻ അറിയുന്നവരാണ് ജീവിതത്തിൽ വിജയിക്കുക. സ്നേഹിക്കാൻ അറിയുന്നവർ തോറ്റുപോയിട്ടേ ഉള്ളൂ എന്നും. നുണകളും രഹസ്യങ്ങളുമാണ് പലപ്പോഴും ബന്ധങ്ങൾ ഇല്ലാതാക്കുന്നത്. അത് എത്ര ശ്രദ്ധയോടെയാണെങ്കിലും ഒരു സൂചന എവിടെയെങ്കിലും ഉണ്ടാകും. അന്ധകാരത്തിൽ ചെയ്യുന്നത് എല്ലായ്പ്പോഴും വെളിച്ചത്തിലേക്ക് വരുന്നു. നിങ്ങളുടെ ജീവിതം നശിപ്പിക്കുന്ന ഒരാളുമായി ബന്ധം പുലർത്തുന്നതിനേക്കാൾ നല്ലത് മനസമാധാനത്തോടെ ഒറ്റയ്ക്ക് ജീവിക്കുന്നതാണ്. നിങ്ങളെക്കുറിച്ച് ആരോടും വിശദീകരിക്കാതിരിക്കുക. നിങ്ങളെ ഇഷ്ടപ്പെടുന്നവർക്ക് അതിൻ്റെ ആവശ്യമില്ല. നിങ്ങളെ ഇഷ്ടമില്ലാത്തവർ അത് വിശ്വസിക്കാനും പോകുന്നില്ല. നിങ്ങൾക്കൊരിക്കലും ഒരു നെഗറ്റീവ് വ്യക്തിയുമായി തർക്കത്തിൽ വിജയിക്കാനാവില്ല. അവർക്ക് അനുയോജ്യമായത് മാത്രം കേൾക്കുകയും പ്രതികരിക്കാൻ മാത്രം ശ്രദ്ധിക്കുകയും ചെയ്യുന്നു. നമ്മൾ എത്ര ചേർത്ത് പിടിച്ചാലും അകലാൻ ഉള്ളത് അകലും. എത്ര അകലെയാണെങ്കിലും നമ്മിലേക്ക് വന്നു ചേരാനുള്ളത് നമ്മിലേക്ക് തന്നെ വന്നു ചേരും. മറ്റുള്ളവർ എന്ത് കരുതും എന്ന് വിചാരിച്ച് ജീവിക്കാതെ നിങ്ങളുടെ കാഴ്ചപ്പാടിൽ തന്നെ ജീവിക്കുക. നിങ്ങൾ നിങ്ങളായി തന്നെ ജീവിക്കുക. ജീവിതത്തിലെ പകുതി ദുഃഖങ്ങൾ തെറ്റായ ആളുകളെ വിശ്വസിക്കുന്നതിലൂടെയും ബാക്കി പകുതി ദുഃഖങ്ങൾ നല്ല ആളുകളെ സംശയിക്കുന്നതിലൂടെയും ഉണ്ടാകുന്നു. ഇല്ല എന്ന് പറയാനുള്ള യഥാർത്ഥ ശക്തി നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങളുടെ ശരി എല്ലായ്പ്പോഴും ദുർബലമായിരിക്കും. ജീവിതത്തിൽ ആരും അവസാനം വരെ കാണില്ല. നമുക്ക് നമ്മൾ മാത്രമേ കാണൂ. നമ്മളെ സ്വയം മനസ്സിലാക്കി നമുക്ക് വേണ്ടി ജീവിക്കാൻ ശ്രമിക്കുക. ആരും ആർക്കും സ്വന്തമല്ല. എല്ലാ മുന്നേറ്റങ്ങൾക്ക് പിന്നിലും വീഴ്ചകൾ സാധാരണമാണ്. അത്തരം വീഴ്ചകളിൽ നിന്നുള്ള പാഠങ്ങളാണ് മുന്നോട്ട് വീണ്ടും കുതിക്കുവാനുള്ള പ്രചോദനവും ശക്തിയും നൽകുക. ആർക്കു വേണ്ടിയും ആരെയും നഷ്ടപ്പെടുത്താതിരിക്കുക. കാരണം ഒരാളും മറ്റൊരാൾക്ക് പകരമാവുകയില്ല. ഒരിക്കൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും തിരിച്ച് കിട്ടുകയുമില്ല. ഒരു പിണക്കമുണ്ടായാൽ ആദ്യം നമ്മളോട് ഇണങ്ങാൻ വരുന്നവർ നമ്മളോട് തോറ്റു വരുന്നതല്ല. നമ്മൾ അവരെ സ്നേഹിക്കുന്നതിനേക്കാൾ ഏറെ അവർ നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. എല്ലാ സ്നേഹബന്ധങ്ങളും നിലനിൽക്കുന്നത് ഇത്രത്തോളം സ്നേഹിക്കാൻ മനസ്സുള്ള മനുഷ്യരുള്ളതുകൊണ്ടാണ്. നിങ്ങൾ ആർക്കെങ്കിലും അവർ ആഗ്രഹിക്കുന്നതിലും കൂടുതൽ കരുതലും സ്നേഹവും കൊടുത്താൽ നിങ്ങൾ വിചാരിക്കുന്നതിൽ കൂടുതൽ നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും. സ്വയം തുടയ്ക്കേണ്ടി വന്ന കണ്ണുനീരും തനിയെ പറയേണ്ടി വന്ന വിഷമങ്ങളും ആയിരിക്കാം ഈ ലോകം കണ്ട ഏറ്റവും വലിയ ഒറ്റപ്പെടലുകൾ.